ഞാനിവിടെ ഇന്ന് കുറച്ച് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നെല്ലിക്ക വന്ന് ഉപ്പിലിട്ട് കുറച്ച് ഊറിയതാണ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ, നമുക്കിതാ ഈ ഒരു കഷ്ണം മാത്രം മതി. ഓക്കെ, ഇവിടുത്തെ വീട്ടിലത്തെ പുഴക്കി വെച്ചതാണ്, അതാണത്. പിന്നെ നമുക്കിവിടെ കറിവേപ്പിലയുണ്ട്, ഫ്രഷ് കറിവേപ്പിലയുണ്ട് കേട്ടോ. ഹലോ വിയേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ക്ലൈമറ്റ് കാരണം കുറച്ച് കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും, അപ്പോൾ കുറച്ച് മടിയുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്തേക്ക് കടുക് വറുക്കാൻ മാത്രം പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എന്നിട്ട് നമുക്ക് വൈറ്റമിൻസൊക്കെ കിട്ടണ പോലത്തെ ഒരു വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, വലിച്ചു നീട്ടണില്ല, വലിയ വീഡിയോയിലേക്ക് പോവാം. ഉപ്പിലിട്ട് വെച്ചതാണ്, അതുകൊണ്ട് ഉപ്പൊക്കെ ഉണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഈ നെല്ലിക്കയൊക്കെ ഇനി കുറച്ചുകൂടി നന്നായി കുതിർന്നിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ആയിട്ടില്ല. ഒന്നിങ്ങനെ അമർത്തി കഴിയുമ്പോൾ ആ കുരു അങ്ങനെ വരും. ഒന്നിതങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇതിൽ കുറച്ച് വരുന്നുണ്ട്, കുറച്ച് ഇത് അമർത്തി എടുക്കണം. കുറച്ച് അമർത്തി കഴിയുമ്പോൾ ഇതങ്ങനെ വരും. കണ്ടില്ലേ, ഇത് കുറച്ചായിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കത്തി കൊണ്ട് മുറിച്ചെടുക്കേണ്ടി വരും. ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കണം കേട്ടോ. അതിൻ്റെ തോലൊന്ന് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇഞ്ചി പക്ഷേ ഇതിന് മസ്റ്റാണ് കേട്ടോ. ഇഞ്ചി അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിരിക്കും, അതുകൊണ്ട് മസ്റ്റായിട്ട് വേണം ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് പച്ചമുളകുണ്ട്, അതിൻ്റെ ഒരു ഞെട്ടിയൊക്കെ കളഞ്ഞ് ഞാനിത് അത്ര എടുത്തിട്ടുണ്ട്. ഇത് എരിവ് അത്ര ഇല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവിന് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മളിനി ഈ നേരാക്കി വെച്ച സാധനങ്ങളൊക്കെ കൂടി ഒരു മിക്സിയിലിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ മിക്സിയിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ഇതാ നെല്ലിക്ക, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ദെൻ പച്ചമുളക് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കറിവേപ്പില. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇത്തിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തൈരാണ് ആഡ് ചെയ്യാൻ പോണത്. ഇപ്പം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തൈര് ചേർക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഒത്തിരി കട്ടിയായിരിക്കണം ഇങ്ങനെ. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ മിക്സിയിൽ നിന്ന് ഓവർഫ്ലോ ആയി പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആഡ് ചെയ്യാതിരുന്നത്. ഞാനിപ്പോൾ തൈര് ആഡ് ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. അധികം പുളിക്കാത്ത തൈര് വേണം കേട്ടോ. എന്താ വെച്ചാൽ നെല്ലിക്കയ്ക്കും ഒരു ചവർപ്പും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കൂ കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അധികം വെള്ളവും പാടില്ല, എന്ന് വെച്ചാൽ അധികം കട്ടിയും ആവാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു നെല്ലിക്ക കറി തയ്യാറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത്? ഇതുവരെ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പോയില്ലല്ലോ. ഇനി കടുക് വറുക്കാം നമുക്ക്. അതിന് മാത്രം ഗ്യാസിൻ്റെ അടുത്ത് പോവാം കേട്ടോ. ഇപ്പോൾ കടുക് വറുത്തത് ഇടാൻ പോവാണ് കേട്ടോ. നമുക്കൊരു അടിപൊളി നെല്ലിക്കക്കറി തയ്യാറായി കേട്ടോ. ഈ കറിക്ക് ഞങ്ങളിവിടെ നെല്ലിക്ക അരച്ച് കലക്കി എന്നാണ് പറയുക. ഓക്കെ, നെല്ലിക്കക്കറി. ഓക്കെ, ഇത് വന്നിട്ട് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയിലാണ് ഉണ്ടാക്കിയത്. അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേഗം
അതിനെ ഒന്ന് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം. അഥവാ നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് നെല്ലിക്കയാണ് കിട്ടണതെങ്കിൽ അതിനെ എടുത്തിട്ട് നിങ്ങളൊരു പാനിലിട്ടിട്ട് ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ബോയിൽ ചെയ്ത ശേഷം ഇതുപോലെ ഉണ്ടാക്കാം, ഇൻസ്റ്റൻ്റായിട്ടും ഉണ്ടാക്കാം. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കോൾഡിനും വിറ്റാമിൻ സിയും ഒക്കെ ഉള്ളതാണ്. നെല്ലിക്ക ഗുണഗണങ്ങൾ അറിയാമല്ലോ. ഗൂസ്ബെറി, അംല വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്, വേഗം ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഹാപ്പി കുക്കിംഗ്.